ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. നിൻ സാന്നിധ്യം യേശുവേ, നിൻ സാന്നിധ്യം യേശുവേ, അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിയിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. മറ്റൊന്നിൽ സന്തോഷമില്ല, മറ്റൊന്നിൽ ആനന്ദമില്ല, മറ്റൊന്നിൽ സന്തോഷമില്ല, മറ്റൊന്നിൽ ആനന്ദമില്ല. നിൻ സാന്നിധ്യം യേശുവേ, നിൻ സാന്നിധ്യം യേശുവേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ചെറിയ ചിന്തയ്ക്കായി, എൻ്റെ ലൈഫിൽ ഒത്തിരി അന്ധവിശ്വാസങ്ങളിൽ നിന്നാണ് കർത്താവിനെ വിടുവിച്ചത്. ജീവിതത്തിൽ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്ന എന്നെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. എൻ്റെ ജീവിതം കർത്താവിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്, അല്ലാതെ വേറെ രക്ഷയില്ല. അതുകൊണ്ടാണെന്നല്ല, അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. എൻ്റെ സന്തോഷം അത് തന്നെയാണ്. പിന്നെ പറയാനാണെങ്കിൽ, ആക്ച്വലി നമുക്ക് ഈ ഓർത്തഡോക്സിലൊക്കെ ആവുമ്പോൾ തന്നെ നമ്മളുടെ ഈ ചെറുപ്പത്തിൽ നമുക്ക് ഈ സ്ത്രീകൾക്കൊക്കെ പീരീഡ്സൊക്കെ ആവുന്ന സമയങ്ങളിൽ, അപ്പോൾ അന്നൊന്നും ഞങ്ങൾ പള്ളിയിലൊന്നും പോകാറില്ല. ആക്ച്വലി ശരിക്കും ഞങ്ങൾ ബൈബിൾ തൊടാറില്ല. പിന്നെ എൻ്റെ അനുഭവമാണ് കേട്ടോ. എൻ്റെ അമ്മച്ചിയുള്ള സമയം കിണറിൻ്റെ അടുത്ത് ചെല്ലാൻ സമ്മതിക്കത്തില്ല. ആ സമയത്തൊക്കെ വെള്ളമൊക്കെ കോരി തന്ന് നമ്മളെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കിയൊക്കെ നിർത്തുന്ന ഒരു ഇതാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് ജനിച്ചത് മുതൽ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും അനുഭവിക്കാൻ ദൈവം ഇടവരുത്തിയില്ല. ബിക്കോസ് ഞാൻ ജനിച്ചതോടെ ദൈവം എൻ്റെ പിതാവിന് ഒരു ഗവൺമെൻറ് ജോലി കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതോടെ പപ്പായുടെ അമ്മയുടെ മനസ്സിലും നാട്ടുകാരുടെ മനസ്സിലും ഒക്കെ എന്തോ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് വന്ന ഒരു കുട്ടിയാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. അത് ദൈവകൃപയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ജനിച്ചതോടെ പപ്പായ്ക്ക് ജോലിയായി. അതുവരെ പപ്പായുടെ അമ്മാച്ചനെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ജോലിയിലായിരുന്നു പപ്പ. ആ സമയത്തൊന്നും നമ്മൾ വലിയ സാമ്പത്തികമായിട്ടും ഒന്നും വലിയ ഉയരങ്ങളിലോ അങ്ങനെ ഒന്നും അല്ല, നമ്മൾ സാധാരണ ജീവിതം. പക്ഷേ എന്നെ ആ സാഹചര്യത്തിലും എനിക്ക് ഭയങ്കര കരുതലായിരുന്നു എൻ്റെ ലൈഫിൽ. അമ്മച്ചി, പപ്പായുടെ അമ്മ, എന്നെ പൊന്നുപോലെ, ഇപ്പോഴും എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും പറയും, ഇവളെപ്പോലെ സൗഭാഗ്യം അനുഭവിച്ച ഒരു പെൺകൊച്ച് ആ പ്രദേശത്തില്ല, ഞങ്ങളുടെ ഒന്നും കുടുംബത്തിൽ പോലും ഇല്ല എന്ന്. അവരെല്ലാവരും ഇപ്പോഴും എന്നെക്കുറിച്ച് അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കും, ദൈവം എനിക്ക് എൻ്റെ നല്ലൊരു അമ്മച്ചി എനിക്ക് ദൈവം തന്നില്ലേ. എൻ്റെ 9ാം ക്ലാസ്സിലാവുമ്പോഴേ എനിക്ക് എൻ്റെ പ്രിയ അമ്മച്ചി എനിക്ക് നഷ്ടപ്പെടുന്നത്. ആക്ച്വലി അതോടെ എൻ്റെ ലൈഫിൽ ദുരന്തങ്ങളുടെ പെരുമഴക്കാലമായെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, മാതാപിതാക്കൾക്കൊക്കെ സ്നേഹമുണ്ട്, ഇല്ലയെന്നൊന്നുമല്ല. പക്ഷെ ആ ഒരു സ്നേഹം, എന്നെ മാത്രം നോക്കിയിരിക്കുന്ന ഒരമ്മച്ചി, അങ്ങനെ അതിൽ നിന്നൊക്കെ എനിക്ക് പിന്നീട് ഞാൻ ഒത്തിരി റിജക്ഷനാണ്. അതുവരെ ഭയങ്കര സൗഭാഗ്യം. എന്നെ തന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അമ്മച്ചിയാണ് എല്ലാം. സ്കൂളിൽ കൊണ്ടുവിടുന്ന അമ്മച്ചിയുടെ ആങ്ങളയുടെ മോളുണ്ട്. സ്കൂളിൽ വിടുന്ന ഉടനെ എൻ്റെ പാത്രം കഴുകി തരാൻ അമ്മമ്മമാരെ ഏർപ്പാടാക്കും അവരെല്ലാം. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പാത്രം കഴുകണ്ട, അവിടെ പൈപ്പിൽ ക്യൂ നിൽക്കണ്ട, എൻ്റെ പാത്രമൊക്കെ അവരാണ് കഴുകി തരുന്നത്. പിന്നെ സ്കൂളിൽ അമ്മച്ചിയാണ് കൊണ്ടുവിടുന്നത്. സ്കൂളിൽ വിളിച്ചുകൊണ്ട് വരാൻ അമ്മച്ചി വരും. പിന്നെ മോളമാമ്മ എന്നെ എന്നും ട്യൂഷൻ എന്നെ കൊണ്ടുപോയി ആക്കി.
അവിടെ ചെന്ന് കഴിയുമ്പോൾ ട്യൂഷൻ നേരത്തെ എത്തണം. അപ്പം ഞാൻ ലേറ്റാവും എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഒന്നും സത്യം. ആക്ച്വലി ഈ ലോകത്തിൻ്റെ ഒന്നുമേ എനിക്കറിയില്ല. അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റേത്. അപ്പോൾ അങ്ങനെയായിട്ട് അമ്മമ്മയ്ക്ക് എന്നും അടി കിട്ടും ലേറ്റായി ചെല്ലുന്നതിന്. ഞാൻ കാരണം അടി കിട്ടുന്നത്. താമസിച്ച് എന്നെ കൊണ്ട് പോയില്ലെങ്കിൽ അമ്മച്ചി വഴക്ക് പറയും. അമ്മച്ചിയെ പേടിയാണ് എല്ലാവർക്കും. അങ്ങനെ സത്യത്തിൽ ഞാൻ ഓർക്കും, എനിക്കിന്ന് ഓർക്കാൻ എനിക്ക് ആ 9ാം ക്ലാസ് വരെ എൻ്റെ ലൈഫിൽ എൻ്റെ ഭയങ്കര ബ്ലെസ്സഡ് ലൈഫായിരുന്നു എൻ്റെ. പക്ഷെ അതിന് ശേഷം കുഴപ്പമില്ലെങ്കിലും ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ വന്നു. പിന്നെ മാരേജ്, ദൈവമേ, അതിലൂടെ കർത്താവ് പണിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കർത്താവിലോട്ട് മാത്രം ശ്രദ്ധിച്ച് ദൈവം നമ്മളെ ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അത് എന്ത് വിധേനയും കർത്താവിന് ആവശ്യമുള്ളതാണെങ്കിൽ കർത്താവ് നമ്മളെ കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിളിൽ തൊടാനോ അങ്ങനെ ഒന്നും നമ്മളെ അനുവദിക്കത്തില്ല. അപ്പോൾ എന്താണ് ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും, പള്ളിയിലൊന്നും ആ സൺഡേ നമ്മൾ പള്ളിയിൽ പോവുകയില്ല, അങ്ങനെ ജീവിച്ചെന്താ. പിന്നെ ബൈബിളിൽ ഇങ്ങനെ ഒരു കഥ കിടക്കുന്നൊന്നും അറിയത്തില്ല. നമുക്ക് ബൈബിൾ വായിക്കത്തില്ലല്ലോ ഓർത്തഡോക്സിൽ. ഏറ്റവും അന്ധവിശ്വാസങ്ങൾ, ദൈവത്തെ വിട്ടിട്ട്, സത്യം പറഞ്ഞാൽ മനുഷ്യർ ദൈവത്തെ വിട്ടിട്ട്, സൃഷ്ടാവായ ദൈവത്തെ വിട്ടിട്ട് നമ്മളുടെ സ്വരൂപത്തിലുള്ള മനുഷ്യനെ ആരാധിക്കുകയാണ്. നമ്മളുടെ സ്വരൂപം എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ആരാധനയാണ്. അത് നമ്മൾ ആരാധന എന്നല്ല, നമ്മൾ ഫിലിം സ്റ്റാർസിനെ ആരാധിക്കത്തില്ലേ, അതുപോലെ ഒരു ആരാധന. അത് പിന്നെ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സൃഷ്ടാവായ ദൈവത്തെ നമുക്കതിന് പ്രത്യേകിച്ച് ഒത്തിരി ജ്ഞാനമൊന്നും ബൈബിൾ കോളേജിൽ പോയി പഠിച്ചുള്ള ജ്ഞാനമോ ഒന്നും ആവശ്യമില്ല. ഒന്ന് ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ദൈവം ആരാണ്, മനുഷ്യൻ ആരാണ്. ദൈവത്തെ ആരാധിക്കണമോ? നമ്മളെ സൃഷ്ടിച്ച് സകലവും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച് ഈ ഭൂമി മുഴുവനും ഇത്ര വലിയ ബ്യൂട്ടിഫുള്ളാക്കി നമുക്ക് കാലങ്ങളും നമുക്ക് ഓരോ നമ്മൾ ബോറടിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് പല ക്ലൈമറ്റ് നമ്മൾക്ക് വേണ്ടി തന്ന് നമ്മളെ പല രീതിയിൽ നമ്മളെ നടത്തി ഇത്ര സന്തോഷമായിട്ട് നമ്മളെ കൊണ്ടുവരുന്ന ദൈവത്തെ ആരാധിക്കണമോ? നമുക്ക് സമരായ മനുഷ്യരെ നമ്മൾ ആരാധിക്കണമോ? അതിനൊത്തിരി ബുദ്ധിയൊന്നും വേണ്ട, അതിനൊത്തിരി വിദ്യാഭ്യാസവും വേണ്ട. അത് മനസ്സിലാക്കുന്നതിന് അത് നമുക്കൊരു മനസ്സുണ്ടാകുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി. മടങ്ങി വരിക, കർത്താവിലേക്ക് തിരിഞ്ഞു വരിക, സൃഷ്ടിച്ച ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക. ദൈവം ബൈബിളിൽ ഇങ്ങനെയൊരു ഇത് പറയുന്നുണ്ട്, സഭാപ്രസംഗി 7:29. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു എന്നാണ് വചനം പറയുന്നത്. അനേകം മനുഷ്യൻ ഒരു നമ്മൾ ചെയ്യുന്ന പോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ പദ്ധതി പ്രകാരമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പിശാചിൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാനാണ് മനുഷ്യരിപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും. ഇപ്പം ഞാൻ സഹിതം എന്ന് വെച്ചാൽ ഞാൻ അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ദൈവം നമ്മളെ ഓരോ ദിവസവും അനുദിനവും നമ്മളെ പെർഫെക്ഷനിലോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില മനുഷ്യർ പറയും, ഇവളിപ്പോൾ യേശുവിനെ അറിഞ്ഞ് ഇനിയിപ്പോൾ ഇവളിനിയും വിശുദ്ധരായിട്ട് നോക്കിയിരിക്കും, ഇവളിനി എന്താ ചെയ്യുന്നേ, ഞാനും നമ്മളെല്ലാവരും ഒരുപോലെ തെറ്റ് ഇപ്പോൾ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ എന്ന് വചനം പറയുമ്പം എനിക്കെന്താണ് യോഗ്യത? എന്നെ ദൈവം അന്ത്യത്തോളം ആ കർത്താവിൻ്റെ വരവെങ്കിൽ വരെ നിർത്തിയാൽ ഞാൻ എടുക്കപ്പെടും. എനിക്കതേ പറയാനില്ല. ഇപ്പം ഈ നിമിഷം എനിക്ക് പറയാൻ പറ്റും ഞാൻ കർത്താവിലാണെന്ന്. അതെനിക്ക് പറയാൻ പറ്റും, ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റും. നമ്മൾ മനുഷ്യമൃഗം ആവാതിരിക്കുക. മനുഷ്യമൃഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്ലസ് പിശാച് = മനുഷ്യമൃഗം. നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തെ സൃഷ്ടിച്ച മനുഷ്യനാണ്. അപ്പം നമ്മൾ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന മക്കളായി. അതുപോലെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക, ദൈവത്തെ അറിയുന്നതിന് നമ്മൾ തടസ്സം നിൽക്കാതിരിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? പിന്നെ അങ്ങനെ ആ ഒരു ചിന്ത എനിക്ക് വന്നു. പള്ളിയിൽ പോകത്തില്ല അങ്ങനെ ആ സമയം. പിന്നെ ബൈബിളിൽ കിടക്കുന്ന 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ, അതെന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, അപ്പോൾ അവളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇത് നമ്മൾ വെറും 7 ഡേയ്സിൻ്റെ പ്രശ്നമേ ഉള്ളൂ. 12 വർഷമായിട്ട് രക്തസ്രാവം വന്ന സ്ത്രീ അവളുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റിട്ട് അവൾക്ക് സൗഖ്യമായില്ല. അവളെന്തോ എടുത്ത് മരിക്കുന്നെങ്കിൽ എന്തായാലും മരിക്കട്ടെ, ഈ ഒരു യേശുവിനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് അവളുടെ ഒരു ആഗ്രഹമാണ്. മരിക്കുന്നതിന് മുമ്പുള്ള അവളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് അവൾ പോയത്. അവൾ പോലും വിചാരിച്ചില്ല ഇങ്ങനെ തൊട്ടാൽ സൗഖ്യമാകുമെന്ന്. ആക്ച്വലി അവളൊരു സ്റ്റെപ്പ് വെച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ പ്രവൃത്തി ചെയ്തത് ദൈവമാണ്. അവൾ ചെന്ന് ചെയ്തത് എന്താണ്? അവൾ ആ യേശു നിൽക്കുന്നിടത്ത് തിക്കും തിരക്കുമായിരിക്കും. ആയിരങ്ങൾ അവിടെ കൂടും. യേശുവിൻ്റെ അടുത്ത് രോഗസൗഖ്യം, ഭൂതബാധയുടെ ഒഴിക്കൽ എല്ലാം യേശു നിൽക്കുന്നിടത്ത് നടക്കുക. എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമ്മൾ 100 മെഴുകുതിരി കത്തിച്ചാലേ യേശു പ്രവർത്തിക്കത്തുള്ളൂ എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല.
യേശു അങ്ങനത്തെ ഒരു ദൈവമല്ല. യേശു ഫ്രീ ആയിട്ട് നമുക്കെല്ലാം തന്നിരിക്കുക മനുഷ്യന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ, അവസാന തുള്ളി രക്തം മനുഷ്യന് വേണ്ടിയിട്ട് തന്ന ദൈവമാണ്. അപ്പോൾ ആ യേശുവിൻ്റെ അടുത്ത് നമുക്ക് ആർക്കും ഏത് സമയവും കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. നമ്മൾ തിരിഞ്ഞ് ചെല്ലുന്നു നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? തിരിഞ്ഞ് എപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് എന്നെ അന്വേഷിക്കും, എന്നെ തിരിച്ചറിയും എന്ന് തിരിഞ്ഞ് നോക്കിയിരിക്കുകയാണ് ഓരോ സമയം നമ്മൾ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ ആ രക്തസ്രാവക്കാരിയ സ്ത്രീയുടെ ആ ഒരു വിശ്വാസം ഒന്ന് നോക്കിക്കേ. അവർ ചെന്ന് ആ എന്തോരം ചവിട്ട് കൊണ്ട് കാണുന്നു, ഒന്ന് നിൽക്കാനും കൂടെ കഴിയത്തില്ലായിരിക്കും. രക്തം മുഴുവൻ പോയിട്ട് ഒന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട് അവർ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ചവിട്ടെല്ലാം കൊണ്ട് കാണും. അവർ ചവിട്ട് കൊണ്ടിട്ടുണ്ട്. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലെന്ന് പറയുന്ന അടിവശത്തെ നൂലാണെന്നാണ് ദേവദാസന്മാർ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ തൊങ്ങലിലാണ് അവർ പോയി പിടിച്ചപ്പം യേശുവിൽ നിന്ന് ശക്തി അവരിലേക്ക് പകർന്നു. നമ്മൾ ചെന്ന് നമ്മൾ തൊട്ടാൽ ദൈവം അശുദ്ധിയൊന്നും ആവത്തില്ല. സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ ഏതൊക്കെ രീതി സൃഷ്ടിച്ചതാണെന്ന് നമ്മളൊരു കുഞ്ഞ് ഡയപ്പറിനകത്ത് അല്ലെങ്കിൽ അവിടെ എല്ലാം മോഷനെല്ലാം പാസ് ചെയ്ത് കിടന്നാൽ നമ്മൾ അതിനെ പോയി രക്ഷിക്കാതിരിക്കുമോ? സൃഷ്ടിച്ച ദൈവത്തിനല്ലേ അതിൻ്റെ ഉത്തരവാദിത്വമുള്ളൂ. നമ്മളുടെ അശുദ്ധിയൊന്നും ദൈവത്തിന് അശുദ്ധി അല്ല സഹോദരങ്ങളെ. നമ്മളുടെ ദൈവത്തിന് നമ്മളുടെ അശുദ്ധിയൊന്നും ഒരു അശുദ്ധി എന്ന് വെച്ചാൽ സൃഷ്ടിച്ച ദൈവമാണ്, നമ്മുടെ ദൈവമാണ്, നമ്മുടെ പിതാവാണ്. അപ്പം യേശുവിനെ പോയി ആ സ്ത്രീ തൊട്ടു. യേശുവിന് വേണമെങ്കിൽ ഓക്കെ അവൾ തൊട്ടു, അവളെ രഹസ്യമാക്കി വെക്കാം. ഇത് കാണിച്ചത് എനിക്ക് മനസ്സിലാക്കി തന്നത്, യേശുവിൻ്റെ അടുത്ത് ഏത് സാഹചര്യത്തിലും എത്ര അശുദ്ധിയാണേലും, നമ്മുടെ ശരീരത്തിൻ്റെ അശുദ്ധിയാണേലും മനസ്സിൻ്റെ അശുദ്ധിയാണെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നെങ്കിൽ അവനെ ഒന്ന് തൊടുവാൻ, അവനെ ഒന്ന് കാണാൻ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കുന്നെങ്കിൽ അവൻ 100 മടങ്ങ് നമ്മുടെ ഉള്ളിലേക്ക് അവൻ കയറി വരും. അത്ര പെർഫെക്ഷനുള്ള ദൈവമാണ്. അതുകൊണ്ട് ആ സ്ത്രീയുടെ ആ രോഗം അപ്പോൾ അവൾ സൗഖ്യമായി. അവളെ യേശു ചോദിക്കുകയാണ്, എന്നെ ആരാ തൊട്ടതെന്ന്. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ഞങ്ങളെല്ലാവരും നിന്നെ തിക്കിത്തിരക്കി നിൽക്കുകയാണ്, ആരാണ് തൊടാൻ? അപ്പം അവർ എന്നെ വിശ്വാസത്തോടെ ഒരാൾ തൊട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ വിറച്ചും കൊണ്ട് നിൽക്കുക. അവൾ രഹസ്യത്തിൽ ചെയ്തത് യേശു പരസ്യപ്പെടുത്തിയത് എന്തിനാണ്? ദൈവത്തിന് വേണമെങ്കിൽ അത് പരസ്യമാക്കാതെ ഓക്കെ നീ സൗഖ്യമായല്ലോ, നീ പൊക്കോ, കണ്ണടച്ച് കാണിച്ച് അങ്ങ് വിടാം, അങ്ങനെ ചെയ്യാം. പക്ഷേ യേശു അത് ചെയ്തില്ല. യേശു അത് ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നത് നമുക്കെല്ലാവർക്കും എത്ര അശുദ്ധിയാണെങ്കിലും യേശുവിനോട് അടുത്ത് ചെല്ലാമെന്നുള്ള ഒരു ധൈര്യമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ നിമിഷം നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇനി നിങ്ങൾ അഡൾട്ടറി അല്ലെ അതുപോലെ കൊലപാതകമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തു പോയിട്ടുണ്ടോ, നിങ്ങൾ ഈ നിമിഷം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ യേശുവേ ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ പാപങ്ങൾക്ക് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ട്, പക്ഷേ പിന്നീട് അത് ആവർത്തിക്കുവാൻ പാടില്ല. അതാണ് യേശു തരുന്ന ഒരേ ഒരു ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ തിരിഞ്ഞു വന്നിട്ട് വീണ്ടും അത് ആവർത്തിച്ചിട്ട് ദൈവത്തെ നിന്ദിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുത്. വന്നിട്ട് ആ പാപങ്ങളെ ഒന്നും ചിലപ്പം അറിയാതെ എന്തെല്ലാം അബദ്ധങ്ങളിൽ ചെന്ന് മനുഷ്യർ പെടും. എത്രയോ പെണ്ണുങ്ങളുടെ കസ്റ്റഡിയിൽ പോയി പെട്ടിട്ടുണ്ടാവും, എത്രയോ മനുഷ്യർ, എത്രയോ ആണുങ്ങളുടെ ചതിവിൽ പോയി പെട്ടിട്ടുണ്ടാവും, അല്ലെ അതുപോലെ ഡ്രഗ്സ്, ആൽക്കഹോള്, അതുപോലെ തന്നെ എന്തെല്ലാം തെറ്റ് ഈ പാപങ്ങൾ ഈ ലോകത്തുണ്ട്, എല്ലാത്തിലും പോയി പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുക, തിരിഞ്ഞു വരിക, യേശുവിനെ അറിയുക, ബൈബിൾ വായിക്കുക. എവിടുന്ന് ബൈബിളിൽ നിന്ന് മൊബൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഏത് സാഹചര്യത്തിലും. ഇപ്പം ഞാൻ എല്ലാവർക്കും കൊണ്ടുവന്ന് ബൈബിൾ തരിക എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ട്, ചോദിക്കുന്നവർക്ക് തരുവാൻ റെഡിയാണ്. ബട്ട് എന്നാൽ പോലും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളോട് സംസാരിക്കുന്ന ബുക്കാണ് ബൈബിള്. മനുഷ്യനോട് സംസാരിക്കുന്ന ഒരേ ഒരു ബുക്കും ഈ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അത് ബൈബിളാണ്. ദൈവശാസ്ത്രീയ പ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എഴുതിയ ബുക്കായതുകൊണ്ടാണ് ബൈബിള് മനുഷ്യനോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്ത്രീക്ക് വന്ന ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റായി. അങ്ങനെ എനിക്ക് ചിന്തിക്കാനിടയായി തീർന്നു. ദൈവത്തെ പോയി തൊട്ടു. ഞാൻ പള്ളിയിൽ പോകാതെ ആഴ്ചകളോളം വീടുകളിലിരിക്കുക. ഈ ദൈവത്തെ തൊടുന്ന ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എനിക്ക് യേശുവിനോട് കുറച്ചുകൂടെ ഒരു അടുപ്പം എനിക്ക് കുറച്ചുകൂടെ വന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു വാഗ്ദത്തം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തി കെട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ആ യേശു കയറിയ കഴുതയുടെ ഒരു ഉദാഹരണമാണ് എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടി. അതെനിക്കാരും ദേവദാസന്മാരോ എനിക്ക് ഇതൊന്നും ഞാൻ ദേവദാസന്മാരാരും പറഞ്ഞു, ചില സ്റ്റോറീസൊക്കെ ഞാൻ ദേവദാസന്മാർ പറഞ്ഞു തന്ന് എനിക്ക് കിട്ടും. പക്ഷേ ഈ വചനം ദൈവം എന്നോട് സംസാരിക്കുന്നത് ദേവദാസന്മാരിലൂടെയോ അല്ലെ ആരിലൂടെയോ ഒന്നും അല്ല. പക്ഷേ എന്നോട് തന്നെത്താനെ എനിക്ക് വചനം കർത്താവ് തരാറുള്ളതാണ്. അതെന്തോ ദൈവത്തിൻ്റെ എന്നോടുള്ള ഒരു കരുണയാണ്.
അത് എനിക്ക് ബൈബിളൊന്നും ഒത്തിരി വായിച്ച് എനിക്ക് അത്ര എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഞാൻ അത്ര പെർഫെക്റ്റ് ഇപ്പം അങ്ങനെയൊന്നും ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ല. പക്ഷേ വചനം എനിക്ക് തരും. എന്നിട്ട് ഞാൻ പിന്നെ അത് കണ്ടുപിടിക്കാൻ നോക്കും, എവിടെയാണ് ഇത് കിടക്കുന്നതെന്ന്. റെഫറൻസ് അറിയത്തില്ലല്ലോ, അപ്പോൾ കണ്ടുപിടിക്കണ്ടേ. ചില വചനങ്ങൾ എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു ഈ കഴുതയുടെ, യേശുക്രിസ്തു കയറിയ കഴുതയുടെ സ്റ്റോറി. അത് 3-4 സ്ഥലങ്ങളിൽ അത് കിടപ്പുണ്ട്. മാത്യു ചാപ്റ്റർ 21 1-11, പിന്നെ മാർക്ക് ചാപ്റ്റർ 11 1-11, പിന്നെ ലൂക്ക് ചാപ്റ്റർ 19 19-29-40, പിന്നെ ജോൺ ചാപ്റ്റർ 12-50. ഇത് കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ റെഫറൻസ് ജസ്റ്റ് എഴുതി വെച്ചതാണ്. അപ്പോൾ ആ കഴുതയുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കഴുതയും പെൺകഴുതയും അതിൻ്റെ കുട്ടിയെപ്പോലും ദൈവം കളഞ്ഞില്ലെന്നുള്ളതാണ്. ആ കുട്ടിയും കെട്ടിയിട്ടിരിക്കുകയാണ്. അത് ആരാ കെട്ടിയില്ല? അതിൻ്റെ ഉടയവരാണ് കെട്ടിയിട്ടിരിക്കുന്നത്. എൻ്റെ ലൈഫിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആക്ച്വലി കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ആഹാരം തരുമായിരിക്കും, ഓക്കെ, അവിടെ കിടന്നോളുക, രക്ഷപ്പെടാൻ പാടില്ല. ജീവിതത്തിൻ്റെ ഏത് മനുഷ്യൻ്റെയും, അത് എൻ്റെ എന്നല്ല, പല മനുഷ്യരുടെ അവസ്ഥകൾ അതാണ്. പക്ഷെ നമ്മൾ ആ കെട്ടുകളെ പൊട്ടിക്കുക എന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. എങ്ങനെ ആ കെട്ട് അഴിക്കണം ജീവിതത്തിൽ. ദൈവം തൻ്റെ ദാസന്മാരെ, കർത്താവ് പറഞ്ഞു വിടുന്ന 2 ശിഷ്യന്മാരെയാണ് പറഞ്ഞു വിടുന്നത്. നിങ്ങൾ പോയി എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഒരു പെൺകഴുതയുടെ കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. നിങ്ങളതിനെ അഴിച്ചു വരിക. അതിൻ്റെ ഉടയവർ നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറയണം. നിങ്ങൾ പറയേണ്ട ആൻസറും കൂടെ പറഞ്ഞു കൊടുത്തിട്ടാണ് കർത്താവ് വിടുന്നത്. മനസ്സിലായോ? കർത്താവിന് ആവശ്യമുള്ള കഴുതയെ ആരെവിടെ കെട്ടിയിട്ടെന്ന് പറഞ്ഞാലും അതിനെ അഴിച്ചുകൊണ്ട് കർത്താവ് പോവും. ഇനി അതിൻ്റെ തടസ്സം നിന്നാൽ അത് ദൈവം കൈകാര്യം ചെയ്യും, അത് വേറെ കാര്യം. ഓക്കെ, ഇങ്ങനെ എൻ്റെ ജീവിതത്തെ ഈ അന്ത്യകാല ഉണർവിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെയും മകളെയും കർത്താവിന്, ഞാൻ ഓൾറെഡി ഈ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിട്ട് 6 മാസം കംപ്ലീറ്റ് ആകുമ്പോഴാണ് സ്നാനപ്പെടുന്നത് തന്നെ. എനിക്കറിയത്തില്ല, പക്ഷെ അന്ന് ദൈവം തന്ന ഒരു കാഴ്ചപ്പാട് അതായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു കുഞ്ഞാണ്, പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. അവളെ കർത്താവിൻ്റെ സന്നിധിയിൽ യേശുവിനായിട്ട് മാത്രം ഞാൻ സമർപ്പിച്ച ഒരു കുട്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനും കൊടുത്ത കുട്ടിയല്ല. പക്ഷെ അവൾ ഏത് രീതിയിൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാലും അവൾ കർത്താവിൻ്റെ പൈതൽ തന്നെയാണ്. അപ്പോൾ എന്നെയും മകളെയും ദൈവസന്നിധിയിൽ പൂർണ്ണമായും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പിന്നെ ആ കർത്താവ് കയറി ആ കഴുതയായി മതി, കഴുതയായിട്ടിരിക്കാൻ. ആ കഴുതയുടെ മഹാഭാഗ്യം കിട്ടിയതെന്ന് ഓർത്ത് നോക്കി. എത്ര പരവതാനി വിരിച്ചിട്ട് കൊടുക്കുന്നു, എല്ലാവരും ആർപ്പ് വിളിക്കുന്നു. രാജാവിനെ ചുമക്കാൻ ഒരു കഴുതയ്ക്ക് കിട്ടിയ ഭാഗ്യം. ദൈവമേ, ഞാൻ ഓർക്കുക, കർത്താവെ അങ്ങ് എന്നെ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഉപയോഗിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാനുള്ള കൃപ തരണം. ഈ ലോകത്തിൻ്റെ കളങ്കത്തിൽപ്പെട്ട് പോകാതെ. നമ്മൾ നോക്കുമ്പം എല്ലാം നമ്മളെ ഒരു മനുഷ്യൻ നമ്മളെ നോക്കുന്നെങ്കിൽ അത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരു രീതിയിൽ. പക്ഷെ ദൈവമേ, അങ്ങനെയുള്ള കണ്ണുകളിൽ നിന്ന് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അന്ത്യകാല ഉണർവിനായിട്ട് എന്നെയും മകളെയും ദൈവസന്നിധി പൂർണ്ണമായും താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും അതിനോട് ചേരുവാനായിട്ട് ഞാൻ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞാൽ അന്ത്യകാല ഉണർവിനായി കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുന്ന അതിനായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. വേറെ ഒന്നുമല്ല. ദൈവം ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നു ഞങ്ങളെ നടത്തുന്നു, മറ്റൊന്നുമല്ല. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.